എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ലിസ്റ്റ് വന്നിട്ടുണ്ട് 17/1/2023. അതിന് ലിസ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻസ് ബോർഡ്സ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അപ്പോൾ ഇന്നാണ് ഈ ഒരു ലിസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 608/2021 ആണ്. അപ്പോൾ ഇത് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൽ വന്നതാണ്. അതായത് കാറ്റഗറി വൈസ് കോമൺ മെയിൻ എക്സാമിലേക്ക് വന്നിട്ടുള്ള 10th ലെവൽ എക്സാമിൽ വന്നതാണ്. പിന്നെ ഇതിൻ്റെ നെയിം ഓഫ് പോസ്റ്റ് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 സ്റ്റേറ്റ് വൈഡ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻസ് ബോർഡ്സ് ആണ്. ഈ ലിസ്റ്റ് ഇപ്പം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 15/5/2022, 28/5/2022, 11/6/2022, 19/6/2022, 2/7/2022, 16/7/2022 എന്നീ ഡേറ്റുകളിൽ നടന്ന എക്സാമിൻ്റെ ബേസിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റർ നമ്പർ നോക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സൈറ്റിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നോക്കുക. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രൊഫൈലിൽ ഓൾറെഡി മൈ റിസൾട്ട്സ് എന്നുള്ള ആ ഒരു ഭാഗത്ത് റിസൾട്ട് വന്നിട്ടുണ്ടാവും. റിസൾട്ട് ഇതിൽ അതായത് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾ പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ താഴെ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ലിസ്റ്റ് കുറച്ചധികം നീളമുണ്ട്. ഓക്കെ. Inclusion of register numbers in this list is purely provisional. This inclusion does not confer any right on the candidate for inclusion in the rank list to be prepared on the basis of the main examination. അതായത് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും തന്നെ മെയിൻ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ലിസ്റ്റിൽ ഉൾപ്പെടണം എന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ OMR ടെസ്റ്റിൽ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയവർക്കാണ് ഈ ഒരു എലിജിബിലിറ്റി ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 66.4606 ആണ്. 66.4606 ആണ് മാർക്ക് വരുന്നത്. മാർക്സ് ആൻഡ് എബവ് ആഫ്റ്റർ സ്റ്റാൻഡേർഡൈസേഷൻ ഇൻ ദ പ്രിലിമിനറി OMR ടെസ്റ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ എലിജിബിലിറ്റീസ് ടെസ്റ്റ്. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ മെയിൻ എക്സാം ഉണ്ടാവുന്നതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് വന്നു എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.